സ്കൂൾ പ്രിൻസിപ്പാൾ, എൻ്റെ സഹപ്രവർത്തകൻ പ്രിയപ്പെട്ട അരുൺ സാർ, മറ്റ് അധ്യാപക അനധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട കുട്ടികൾ, മനോഹരമായ ഈ ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കാൻ കഴിഞ്ഞതിന് ഞാൻ നന്ദി പറയും. ഇന്നത്തെ ദിവസം പുതിയ ക്യാപ്റ്റന്മാരെ തെരഞ്ഞെടുത്ത് ആ ക്യാപ്റ്റന്മാർ അവരുടെ അധികാരം ഏറ്റെടുക്കുന്ന ദിവസമാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ പറയുന്നത് പോലെ നിങ്ങൾ കുട്ടികൾ നിസ്സാരക്കാരായ ആളുകളല്ല. ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് എ മാൻ എന്നാണ് പറയുന്നത്. അത്രയേറെ പ്രാധാന്യം നിങ്ങൾക്കുണ്ട്. നിങ്ങളെക്കാൾ, നിങ്ങളുടെ അച്ഛനേക്കാൾ, നിങ്ങളുടെ അമ്മയേക്കാൾ അറിവ് നിങ്ങൾക്കാണ്. ഓരോ തലമുറ കഴിയുന്തോറും അറിവ് വർദ്ധിക്കുന്ന ഒരു പ്രതിഭാസമുണ്ട്. ഫ്ലിം ഇഫക്റ്റ് എന്നാണ് അതിന് പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ അച്ഛനും അമ്മയും പറയും അവർക്കാണ് കൂടുതൽ ബുദ്ധി എന്ന്. യഥാർത്ഥത്തിൽ കൂടുതൽ ബുദ്ധി നിങ്ങൾക്കാണ്. പക്ഷേ അത് കൃത്യമായി വിനിയോഗിക്കുക എന്നൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ബുദ്ധി കൃത്യമായി വിനിയോഗിക്കുക എന്നുള്ള ഒരു കാര്യം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ അച്ചടക്കമുള്ളവരാകുക എന്നുള്ളതാണ്. ലീഡർമാരാകാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷേ നല്ല ലീഡറാകാൻ, നല്ല ക്യാപ്റ്റനാകാൻ അച്ചടക്കമുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്താണ് അച്ചടക്കം? അച്ചടക്കം എന്ന് പറയുന്നത് നിങ്ങൾ പറയാതെ മറ്റുള്ളവരോട് പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവധി ദിവസം നിങ്ങൾ പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ പുറത്തു പോയി, അവർ അവരുടെ ആവശ്യം കഴിഞ്ഞ് തിരിച്ചു വന്നോളും, ഒരു കുഴപ്പവുമില്ലാതെ അവർ തിരിച്ചു വന്നോളൂമെന്ന് നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും പറയാതെ പറയുന്ന ആ ഉറപ്പിന്റെ പേരാണ് അച്ചടക്കം. നിങ്ങൾ തിരഞ്ഞെടുത്ത നിങ്ങളുടെ ക്യാപ്റ്റന്മാർ നിങ്ങളെ ഓരോരുത്തരെയും ഓരോ ക്യാപ്റ്റന്മാരായി പരിഗണിക്കുന്ന ആ മനസ്സിന്റെ പേരാണ് അച്ചടക്കം. അതുമല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ അധ്യാപകരോട് ഞാൻ അച്ചടക്കമുള്ള ഒരു കുട്ടിയായിരിക്കും, ഉത്തരവാദിത്വമുള്ള ഒരു കുട്ടിയായിരിക്കുമെന്ന് പറയാതെ പറയുന്ന ആ വാക്കിന്റെ പേരാണ് അച്ചടക്കം. അപ്പൊ നിങ്ങൾ ഓരോരുത്തരും അച്ചടക്കമുള്ളവരാവുക. അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് വളരാൻ ഒന്ന് നിങ്ങളുടെ കൂട്ടുകാർ, മഹാനായ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സുഹൃത്ത് ആരാണെന്ന് എന്നോട് പറയൂ, ഞാൻ പറയാം നിങ്ങൾ ആരാണ്. നിങ്ങളുടെ ജീവിതത്തെ അത്രയധികം സ്വാധീനിക്കുന്ന ആളുകളാണ് നിങ്ങളുടെ സുഹൃത്തുക്കൾ. നിങ്ങൾ സുഹൃത്തിനെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്തിനെ വേണം തിരഞ്ഞെടുക്കാൻ. നന്നായി പഠിക്കുന്ന, നിങ്ങളെക്കാൾ കഴിവുകളുള്ള, നന്നായി നൃത്തം ചെയ്യുന്ന, പാട്ട് പാടുന്ന, അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഏറെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ വേണം നിങ്ങൾ സുഹൃത്തായി തിരഞ്ഞെടുക്കാൻ. എന്നിട്ട് ആ സുഹൃത്തിന്റെ ഒപ്പം എത്താൻ വേണ്ടി നിങ്ങൾ മത്സരിക്കും. നിങ്ങളെക്കാൾ മോശക്കാരനായ ഒരു സുഹൃത്തിനെ തിരഞ്ഞെടുത്ത് അവന്റെ ഒപ്പം എത്താൻ വേണ്ടി താഴേക്ക് പോകുന്ന ഒരു സുഹൃത്തായിരിക്കരുത് നമ്മളുടെ സുഹൃത്ത്. ചിലപ്പോ എല്ലാ സുഹൃത്തുക്കളും നല്ലവരായിരിക്കണമെന്നില്ല. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ചില സുഹൃത്തുക്കൾ നിങ്ങളോട് പറയും ഞാനൊന്നും പഠിച്ചിട്ടില്ല, നീ ഒന്നും പഠിക്കണ്ടെന്ന് പറയും. എന്നിട്ട് മാർക്ക് വരുമ്പോൾ അവർക്കായിരിക്കും ടോപ്പ് മാർക്ക്. അതല്ലാതെ നമ്മൾ പഠിത്തത്തിൽ അല്പം പിറകിലാണെങ്കിൽ നമ്മളെ ഒപ്പം ഇരുത്തി പറഞ്ഞു തന്ന് പഠിപ്പിക്കുന്ന, അവരുടെ ഒപ്പം എത്തിക്കുന്ന ആളായിരിക്കും യഥാർത്ഥ സുഹൃത്ത്. ഒന്ന്, നല്ല സുഹൃത്തിനെ തിരഞ്ഞെടുക്കുക. രണ്ട്, നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുക.
ഡോക്ടർ APJ അബ്ദുൽ കലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഓരോ വേദിയിലും പങ്കെടുക്കുമ്പോൾ കുട്ടികളെ കൊണ്ട് ചൊല്ലിക്കുന്ന 10 കാര്യങ്ങൾ അടങ്ങിയ ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞയിലെ ഒരു കാര്യം അച്ഛനെയും അമ്മയെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യം മദ്യമോ മയക്കുമരുന്നോ ലഹരിയോ ഒന്നും ഉപയോഗിക്കരുത് എന്നാണ് അദ്ദേഹം കുട്ടികളോട് പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ അമ്മയെ സ്നേഹിക്കണം. അദ്ദേഹം ഓരോ വേദിയിലും പറയുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. ആ പ്രതിജ്ഞ നമുക്ക് ഇവിടെ ഇരുന്നൊന്ന് ചൊല്ലാം. അമ്മ ചിരിച്ചാൽ, എല്ലാവർക്കും മടിയാണ്. അമ്മ ചിരിച്ചാൽ വീട് ചിരിക്കും. മുതിർന്നവർക്കും ചൊല്ലാം. അമ്മ ചിരിച്ചാൽ വീട് ചിരിക്കും. വീട് ചിരിച്ചാൽ നാട് ചിരിക്കും. നാട് ചിരിച്ചാൽ ലോകം ചിരിക്കും. ഇത് നമുക്ക് പ്രാവർത്തികമാക്കാം. എല്ലാ ദിവസവും നിങ്ങൾ സ്കൂളിൽ നിന്ന് വരുന്നതിന് മുമ്പ് സ്കൂൾ വിട്ട് ചെല്ലുമ്പോൾ നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു ഉമ്മ കൊടുക്കും. ഇന്നു മുതൽ നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. 2, നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ സ്നേഹിക്കണം. നമ്മൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളാണ് നമ്മുടെ അച്ഛൻ. വൈകിട്ട് വരുമ്പോൾ വൈകിയത് എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ബാഗ് തുറന്ന് എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് നോക്കും. അങ്ങനെ ഉത്തരവാദിത്വങ്ങൾ കാണിക്കുന്നത് കൊണ്ട് തന്നെ അച്ഛനെ നമുക്ക് അത്ര ഇഷ്ടമല്ല. ഇന്നു മുതൽ നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ സ്നേഹിക്കാൻ തുടങ്ങണം. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളാണ് നിങ്ങളുടെ അച്ഛൻ. അച്ഛൻ ഇന്ന് വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ അദ്ദേഹത്തിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കണം. ചൂടുവെള്ളം, വലിയ തണുത്ത വെള്ളം. അച്ഛൻ ജോലി കഴിഞ്ഞ് ക്ഷീണിച്ചാണോ വന്നിരുന്നത് എന്ന് ചോദിക്കണം. ഉച്ചയ്ക്ക് എന്താണ് കഴിച്ചത് എന്ന് ചോദിക്കണം. പട്ടിണിയായിരുന്നു, എന്തെങ്കിലും കഴിച്ചിട്ടാണോ വന്നിരുന്നത് എന്ന് ചോദിക്കണം. അച്ഛന്റെ പറ്റുമെങ്കിൽ അച്ഛന്റെ മുടിയിലോ തലയിലോ ശരീരത്തിലോ ഒക്കെ തലോടണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അച്ഛന് കൊടുക്കാനുള്ള ഏറ്റവും വലിയ സമ്മാനം കൊടുത്തു കഴിഞ്ഞു. 2, 3 നിങ്ങൾ നിങ്ങളുടെ അധ്യാപകരെ സ്നേഹിക്കണം. ലോകത്ത് നമ്മളുടെ വളർച്ചയിൽ അസൂയയില്ലാത്ത ഒരേ ഒരു വിഭാഗം നമ്മുടെ അധ്യാപകരാണ്. നമ്മൾ എത്ര ഉയർന്ന നിലയിൽ എത്തുന്നുവോ അത്രയും അഭിമാനത്തോടെ അവർ പറയും, ആ കുട്ടി എന്റെ സ്റ്റുഡന്റാണ്, അയാൾ എന്റെ സ്റ്റുഡന്റാണ് എന്ന അഭിമാനത്തോടെ പറയുന്ന ആളുകളാണ് അധ്യാപകർ. മറ്റൊന്ന്, നിങ്ങൾ നല്ല മാതൃകകളെ തിരഞ്ഞെടുക്കും. CR7 എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്രിസ്ത്യാനോ റൊണാൾഡോ, അദ്ദേഹത്തിന്റെ ജേഴ്സി നമ്പറാണ് 7. ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം മദ്യമോ മയക്കുമരുന്നോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതിന്റെ കാരണവും നിങ്ങൾക്കറിയാം. വർഷത്തിൽ 2 പ്രാവശ്യം ജീവന് വേണ്ടി കേടുന്ന 2 പേരെ സഹായിക്കാൻ കഴിയും. തന്റെ രക്തം ദാനം ചെയ്തുകൊണ്ട് 2 പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിയും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസമാണ് അദ്ദേഹം ഇത്രയും വയസ്സായിട്ടും ഈ പ്രായത്തിലും അദ്ദേഹം ഒരു ലഹരിയും ഉപയോഗിക്കാതെ തന്റെ ശരീരവും മനസ്സും എല്ലാം കാത്തു സൂക്ഷിക്കുന്നു. അതുപോലുള്ള ആളുകളെ നിങ്ങൾ മാതൃകയായി. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് തിരഞ്ഞെടുത്ത ഈ ക്യാപ്റ്റന്മാർ തിരഞ്ഞെടുക്കപ്പെടാത്ത മറ്റു കുട്ടികളുണ്ട്. അവരെയും കൂടി ക്യാപ്റ്റന്മാരായി പരിഗണിച്ചുകൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ ഓരോ കുട്ടികളെയും ക്യാപ്റ്റന്മാരായി പരിഗണിച്ചുകൊണ്ട് ഇവരെ ഓരോരുത്തരെയും ഓരോ ക്യാപ്റ്റന്മാരായി പരിഗണിച്ചുകൊണ്ട് അങ്ങനെ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്തതിനുള്ള എല്ലാ നന്ദിയും അറിയിച്ചുകൊണ്ട്